ബഹുമാന്യരായ പ്രിയത്താന നിവാസികളെ, പ്രിയ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തില് സംസ്ഥാന വ്യാപകമായി ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളെ അടിസ്ഥാന ജീവിത ക്രമങ്ങളെ ബാധിക്കുന്ന പരിപാടികൾക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ വയനാടില് കാട്ടാനയുടെ ആക്രമണവും അതുപോലെ വന്യമൃഗങ്ങളുടെ ആക്രമണവും ഉണ്ടായ സ്ഥലത്തും എല്ലാം ആം ആദ്മിയുടെ സജീവമായ പിന്തുണ അവിടുത്തെ സാധാരണ ജനങ്ങൾക്കും കർഷകർക്കും നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതുപോലെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായകമായ ഒരു പദ്ധതിയാണ് ഈ മാവേലി സ്റ്റോറുകളിലൂടെയും സപ്ലൈകോയിലൂടെയെല്ലാം സബ്സിഡൈസ് ചെയ്ത സാധനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച ഈ സബ്സിഡി സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി മാത്രമായി രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ് മാവേലി സ്റ്റോറുകളും സപ്ലൈകോകളും. അതിനെ മുതലെടുത്തുകൊണ്ട് അവിടെ സബ്സിഡി സാധനങ്ങൾക്ക് പകരം സബ്സിഡി ഇല്ലാത്ത രീതിയിൽ ഒരു വ്യാപാര കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി ജനങ്ങളെ സബ്സിഡി സാധനങ്ങളുടെ പേര് പറഞ്ഞ് ആകർഷിച്ചുകൊണ്ട് അവിടെ എത്തിക്കൊണ്ട് അവർ മറ്റു രീതിയിലുള്ള വിപണനം നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. 13 അവശ്യ സാധനങ്ങളാണ് സബ്സിഡി ഇനത്തില് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാക്കേണ്ടിയിരുന്നത്. റേഷൻ കാർഡും ഒക്കെ ആയി വന്ന് അവര് സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തില് ഇന്ന് ഏറ്റവും സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന കാർഷിക മേഖലയില് കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ല, അതുപോലെ തൊഴിലവസരങ്ങളില്ല, മറ്റ് യാതൊരു മാർഗവും ഇല്ലാതെ സാധാരണക്കാർ വലയുമ്പോൾ അവരെ പിഴിഞ്ഞു എന്നതിനുള്ള നടപടികൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടുകാരൻ കൂട്ടുന്നു, വൈദ്യുതി ചാർജ് കൂട്ടുന്നു, യാത്രക്കൂലി കൂട്ടുന്നു, ഇങ്ങനെ എവിടെ എന്തെല്ലാം കൂട്ടാമോ അതെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും എല്ലാം അവര് അന്നത്തെ അപ്പിത്തിന് വേണ്ടിയാണ് ഈ ഓട്ടോ ഓടിച്ച് അവര് യാത്രക്കാരെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. 1 ലിറ്റർ പെട്രോളിന് അല്ലെങ്കിൽ 1 ലിറ്റർ ഡീസലിന് 2 രൂപ വീതം വർദ്ധിപ്പിച്ചപ്പോൾ നമ്മളെല്ലാവരും ഓർത്തു, നമ്മുടെ പാവപ്പെട്ട വാർദ്ധക്യകാല ജീവിതം നയിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ആണല്ലോ എന്ന് വെച്ചുകൊണ്ട് നമ്മളെല്ലാം അത് ഉൾക്കൊണ്ടു. ആ 2 രൂപ പ്രകാരം കഴിഞ്ഞ 6-7 മാസമായി സംസ്ഥാനത്ത് വൻ പിരിവുകൾ നടത്തി വൻ തുകകൾ ശേഖരിച്ചതിന് ശേഷവും ആ തുക പോലും പുട്ടടിക്കാൻ വേണ്ടി ചെലവഴിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരുടെ ഒരു പരിപാടിക്കും ക്ഷാമമില്ല. അവർക്ക് കലോത്സവങ്ങളും കേരള സദസ്സുകളും അതുപോലെയുള്ള ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റു മേഖലകളിലേക്ക് തുക ചെലവഴിച്ചുകൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അതിന്റെ പഠനത്തിനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൻ കോടികൾ ചെലവഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ എല്ലാം എടുത്താലും കെ ഫോണ്, കെ റെയിൽ ഇങ്ങനെ തുടങ്ങി കെ കൂട്ടിയാണ്ട് വലിയൊരു സംവിധാനം ചെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്കറിയാം, ഇതെല്ലാം ചില രാഷ്ട്രീയ പാർട്ടികളുടെ കേന്ദ്രങ്ങളിലേക്ക് ഈ ഫണ്ടുകൾ എത്താനുള്ള സാഹചര്യം മാത്രമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇവിടെ സംസ്ഥാനത്ത് നടക്കുന്ന ഓരോ പദ്ധതികളും ഇന്ന് ടെൻഡർ പോലും ഇല്ലാതെ, വൻകിട പദ്ധതികളെല്ലാം ടെൻഡർ പോലും ഇല്ലാതെ ഊരാളുകൾ സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രൂപീകരിച്ചിട്ടുള്ള പാർട്ടിയുടെ ഒരു ഘടകത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് നൽകിക്കൊണ്ട് വൻ തുകകൾ അവര് മുഖേന ചെലവഴിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള പൈസ തുക വെട്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ പിണറായി വിജയനും എല്ലാം വൻ തുകകൾ ശേഖരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഈ കരിമണൽ കർത്താരിൽ നിന്ന് തന്നെ ശേഖരിക്കപ്പെട്ട തുകകളെല്ലാം എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിൽ കൂടെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ സാധാരണ ജനങ്ങളെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ട് അവർക്ക് യാതൊരു തരത്തിൽ ജീവിക്കാനാവാത്ത അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയന്റെ ഈ നടപടികൾക്കെതിരെ, സംസ്ഥാന ഗവൺമെന്റ് ഈ നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് സപ്ലൈകോയുടെ മുമ്പിൽ നടത്തുകയാണ്. സപ്ലൈകോയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടിയിരുന്ന 13 ഇനം ഐറ്റങ്ങൾ അടങ്ങിയ കിറ്റ് പിണറായി വിജയന് നൽകിക്കൊണ്ട് ഈ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് ഈ സംസ്ഥാനത്തെ മോചിപ്പിക്കണമെന്നും സാധാരണക്കാർക്ക് കിറ്റ് ലഭ്യമാക്കാനുള്ള അവസരം സൃഷ്ടിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിൽ ഇവിടെ പിണറായി വിജയനെ നമ്മളിവിടെ കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്. അയാൾക്ക് യോഗ്യമായ രീതിയിലൊരു കസേര ഇവിടെ കൈകാര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ ചെന്ന് ഇപ്പോൾ ഇരിക്കാൻ കൊടുത്ത കസേരയെക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട
കസേര തന്നെയാണ് ഞങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയന് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിറ്റ് കൊടുക്കാൻ ആവതില്ലെങ്കിൽ കർത്താവിൽ നിന്ന് പൈസ മേടിക്കാൻ മാത്രമേ പിണറായി വിജയന് സാധിക്കുന്നുള്ളൂ എങ്കിൽ ഞങ്ങൾ ഇതാ പിണറായി വിജയനിവിടെ ഒരു കിറ്റ് നൽകിക്കൊണ്ട് ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ കിറ്റിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഇവിടെ അതിനായി സജ്ജീകരിലേക്ക് ഞങ്ങൾ ഇടുകയാണ്. ഈ നമുക്കറിയാം, നമുക്ക് 13 ഇനം ഐറ്റങ്ങളാണ് സബ്സിഡി ഐറ്റത്തിന് ഈ സംസ്ഥാനത്ത് വിതരണം ചെയ്യാൻ മാവേലി സ്റ്റോറുകളിൽ കൂടെയും സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യാമെന്ന് ജനങ്ങളെ അറിയിച്ചിരുന്നത്. അത് ചെറുപയറുണ്ട്, ഉഴുന്നുപോളുണ്ട്, വൻകടല, പൻപയറ്, തൂരപ്പൈപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയാരി, കുറുവാരി, മട്ടേരി, പച്ചരി തുടങ്ങിയ സാധനങ്ങളാണ്. ഇവയില് 1-2 ഐറ്റം അല്ലാതെ ഒരു സാധനം പോലും ഈ പ്രതിസ്ഥാനത്തെ സപ്ലൈകോയിലും സമീപത്തെ സപ്ലൈകോയിലെ വിപണന കേന്ദ്രങ്ങളിലൊന്നും നിലവിലില്ല എന്നുള്ളത് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ ഐറ്റങ്ങൾ അടങ്ങിയ ഒരു കിറ്റ് പിണറായി വിജയന് സംഭാവന ചെയ്തുകൊണ്ട് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ആ കിറ്റിലേക്ക് ചെറുപയർ സപ്ലൈ ചെയ്യുന്നു. ചെറുപയർ നമ്മുടെ സംസ്ഥാനത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ഫാത്തിമ മാഡം ചെറുപയർ സംഭാവന ചെയ്യുകയാണ്. അല്ല വേണ്ട, അത് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് സഞ്ചി മേടിച്ചു കൊടുക്കും. അങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ട് കിറ്റിനകത്തിട്ടാൽ മതി. ഇവിടെ ജോണി സാറ് സപ്ലൈ ചെയ്യുന്നതാണ്. എലിക്കുളത്തെ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനാണ് ജോണി സാർ സപ്ലൈ ചെയ്തു. അടുത്തതായിട്ട് വൻകടല ആരാണ് സപ്ലൈ ചെയ്തത്? വൻകടല രാമപുരത്തെ ആം ആദ്മിയുടെ സജീവ പ്രവർത്തനായ ജൂലിയസ് സപ്ലൈ ചെയ്യുന്നു. അടുത്തത് വൻപയറാണ്. വൻപയർ നമ്മുടെ പാലാ മുനിസിപ്പാലിറ്റിയിലെ തോമസ് സാറ് സപ്ലൈ ചെയ്യുന്നു. തൂരപ്പൈപ്പ് ആരാണ് സപ്ലൈ ചെയ്ത്? തൂരപ്പൈപ്പ് നമ്മുടെ മേലുകാവിലെ ആം ആദ്മി വോളണ്ടിയർ ജിജി സപ്ലൈ ചെയ്തു. അടുത്തത് മുളകാണ്. വറ്റൽമുളക് ബോബൻ സാറ് തലപ്പലത്തെ സാറ് സപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം മല്ലി ആരാണ് സപ്ലൈ ചെയ്യുന്നത്? മല്ലി മീനിച്ചിൽ പഞ്ചായത്തിൽ നിന്ന് ആന്റണി സാവിയ സപ്ലൈ ചെയ്യുന്നു. പഞ്ചസാര രാമപുരത്ത് നിന്നുള്ള മാത്തച്ചൻ കാലടി സപ്ലൈ ചെയ്യുന്നു. വെളിച്ചെണ്ണ 1/2 ലിറ്ററിന്റെ വെളിച്ചെണ്ണ പാക്കറ്റ് സുനീഷ് രാമപുരത്ത് നിന്നുള്ള സുനീഷ് ആം ആദ്മി ഹോളിന്റെ സുനീഷ് സപ്ലൈ ചെയ്യുന്നു. ജയ അരി ആരാണ് സപ്ലൈ ചെയ്യുന്നത്? ജയ അരി ജോബി തലപ്പലത്ത് സോജി സപ്ലൈ ചെയ്യുന്നു. തലപ്പലം പഞ്ചായത്ത് ആം ആദ്മിയുടെ സെക്രട്ടറി ജോജി സപ്ലൈ ചെയ്തു. പിന്നെ മട്ടാരി നമ്മുടെ മണ്ഡലം സെക്രട്ടറി ബിനു മാത്യു സപ്ലൈ ചെയ്തു. പുള്ളി കരിയൂർ പഞ്ചായത്തിലുള്ളതാണ്. അതുപോലെ പച്ചരി നമ്മുടെ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സണ്ണി സാറ് സപ്ലൈ ചെയ്യുന്നു. പരക്കപ്പാലത്തുള്ള സണ്ണി സാറ് സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഇവിടെ പിണറായി വിജയൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് സാധാരണ ജനങ്ങളിലേക്ക് പിണറായി വിജയൻ എത്തിച്ചു കൊടുക്കുകയോ ഇല്ലെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു.